നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ നമ്മളെ രാജ്യ തലസ്ഥാനത്ത് കുറച്ച് നാളുകളായിട്ട് 1-2 മാസമായിട്ടൊരു സമരം തുടങ്ങിയാണ്. നല്ല ആശയം തന്നെ, ജന്തർ മന്ദിറിലുള്ള സമരം. പക്ഷേ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ആ സംവിധാനത്തോട് യോജിക്കാൻ പറ്റില്ല. അതിന് എല്ലാവരും പാർട്ടി എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമേ അല്ല. അതൊരു രജിസ്റ്റേർഡ് സിസ്റ്റമല്ല. ഒരു കൂട്ടായ്മ, നവമാധ്യമങ്ങളിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഏതോ ഒരു സ്പോൺസറിൻ്റെ ഭാഗമായി ഒരു സമരം രൂപീകരിക്കപ്പെട്ടു. സർക്കാരിനെതിരെയുള്ള സമരം. അത് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തിനെതിരെയുള്ള സമരമായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഈ രാജ്യത്തെ രജിസ്റ്റേർഡ് ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതിനൊരു നയമില്ല, ഒരു പരിപാടിയില്ല, ഒരു പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഇന്നിന്ന പോലെയാണെന്ന്. ഈ രാജ്യത്തിൻ്റെ നിയമമോ ഇലക്ഷൻ കമ്മീഷനോ മറ്റ് ഒരു രജിസ്റ്റേർഡോ ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഒരു വാട്സപ്പ് കൂട്ടായ്മ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കുറേ ആളുകൾ ഒത്തുചേർന്നു. അതിൻ്റെ ഭാഗമായി ഒരു സമരം രൂപപ്പെട്ടു. ഇത് രാജ്യത്ത് ഇങ്ങനെയുള്ള സംഘടനകൾക്ക് മുമ്പോട്ട് പോകാൻ അനുവദിക്കുന്നത് ആപൽക്കരം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ രാജ്യമുള്ള കാലം മുതൽ പ്രവർത്തിച്ച് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലും രാജ്യം ഭരിച്ച പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷമായിട്ടുണ്ടായിരുന്ന ഇപ്പോഴും ദേശീയ പാർട്ടിയായി പ്രഖ്യാപിച്ച ആളുകൾ ഉൾപ്പെടെ ഈ ഒരു സംവിധാനത്തിന് പിന്തുണ കൊടുക്കുന്നത് ലജ്ജാകരമാണ്. കാരണം അവർ പറയുന്നത് അവരുടെ ആശയം, അത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്, അതിനെ പിന്തുണക്കണമെന്ന്. എന്തേ നിങ്ങൾക്ക് ഈ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം നയിച്ചവർ, ഈ രാജ്യത്തിൻ്റെ സമര പോരാട്ടങ്ങൾ നയിച്ചവർ, ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലും നിയമസഭയിലും ഉള്ള നിങ്ങൾക്ക് ഈ രാജ്യത്തിനെ കുറിച്ച് അറിയാട്ടാണോ നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? ചില ആളുകളെ ഇറക്കിവിട്ട് നിങ്ങളതിന് പിന്തുണക്കുന്നത് ലജ്ജാകരമാണ്. ന്യായമായ ആവശ്യമാണെങ്കിൽ, സത്യസന്ധമായ ആവശ്യമാണെങ്കിൽ, ഈ രാജ്യത്തിന് ആവശ്യമാണെങ്കിൽ ആ വിഷയം വെച്ച് നിങ്ങൾ സമരം നടത്തൂ. നിങ്ങളുടെ അണികളെ വെച്ച് സമരം നടത്തൂ. പിന്നെ ഇന്നലെ ഉണ്ടായ ഒരു വാട്സപ്പ് കൂട്ടായ്മക്കല്ല, ഒരു ഇൻസ്റ്റാഗ്രാം കൂട്ടായ്മക്ക് പിന്തുണ കൊടുക്കേണ്ട ഗതികേട് ഇന്ന് ഈ നാട്ടിൽ ഈ പാർട്ടിക്ക് വന്നോ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ മുന്നണിയില്ലേ, BJPയെ താഴെ ഇറക്കാനാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്താൽ പോരെ? ഒരിക്കൽ കർഷക സമരം നമ്മുടെ നാട്ടിൽ നല്ല നിലയിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ചെങ്കോട്ടയിലേക്ക് സമരം നയിച്ചപ്പോൾ ഉണ്ടായ ആപൽക്കരം മനസ്സിലാക്കാനിടയായിനോ? ആരൊക്കെയല്ലോ നുഴഞ്ഞു കയറി ചെങ്കോട്ടയിലെ ത്രിവർണ്ണ പതാക മാറ്റി അതിൻ്റെ മുകളിൽ, പതാകയുടെ മുകളിൽ, കൊടിമരത്തിന് മുകളിൽ പാഞ്ഞും കയറി പതാക മാറ്റി സ്ഥാപിക്കുന്ന നുഴഞ്ഞു കയറ്റക്കാരുണ്ടായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുപോലെ ജന്തർ മന്ദിറിൽ 2011 ഒരു സമരമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2012 അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ 2011 ജൻ ലോക്പാൽ ബിൽ, അഴിമതിക്കെതിരെ ജൻ ലോക്പാൽ ബിൽ പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു സമരമുണ്ടായിരുന്നു. അപ്പോഴും അവരുടെ ലക്ഷ്യം രാജ്യത്തിൻ്റെ നന്മ, നല്ല ലക്ഷ്യമായിരുന്നു, മതേതരത്വമായിരുന്നു, ഭരണഘടനയായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായിരുന്നു അഴിമതിക്കെതിരെ എന്നൊക്കെ. അങ്ങനെ ഒരു വലിയ കൂട്ടം അവിടെ കൂടി. ആ വലിയ കൂട്ടം കൂടിയപ്പോൾ ചില ആളുകൾക്ക് അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയക്കും വിശ്വാസ് കുമാറിനും ഇവർക്കൊക്കെ തോന്നി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ കൊള്ളാമെന്ന്. അവർ തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായി. അണ്ണാ ഹസാരെ പറഞ്ഞു പറ്റില്ലെന്ന്. അവസാനം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. എന്താ ഉണ്ടായത്? ഇപ്പോൾ ആ പാർട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. താൽക്കാലികമായി പുകഞ്ഞു വരുന്നത് കത്തി തീരും, അത് നിലനിൽക്കില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഇതൊരു കൂട്ടായ്മയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയാൽ പിരിച്ചുവിടണമെന്ന്. പിരിച്ചുവിട്ടില്ല. പക്ഷേ കോൺഗ്രസിനൊരു അടിത്തറയുണ്ട്. പക്ഷേ ഈ പാർട്ടികൾക്ക് എന്ത് അടിത്തറയാണ്? ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇതിന് സംസ്ഥാന കമ്മിറ്റി ഉണ്ടോ? ഇതിന് അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടോ? ഇതിന് എന്തെങ്കിലും കമ്മിറ്റി ഭാരവാഹികളുണ്ടോ? ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ, ഇവിടെ ഒരു പ്രയാസമുണ്ടായാൽ, പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആരാണിതിന് നേതാവ്? ഇതിന് സ്പോൺസർ? എന്താണ്? അമേരിക്കയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഇത് ചെയ്യണമെങ്കിൽ മണ്ടനായിരിക്കില്ലല്ലോ, എന്തെങ്കിലും ലക്ഷ്യം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലാതെ രാജ്യസേവനത്തിന് വന്ന മഹാനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഒരു പരിപാടിയില്ല,
രജിസ്റ്റേർഡ് ഇല്ല. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ അവർക്ക് വലിയ ഹൈലൈറ്റ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവർ നാളെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കിയാൽ അതിന് മറുപടി പറയേണ്ടി വരും. ഇതിലൂടെ ചിലർ നുഴഞ്ഞു കയറി രാജ്യത്തിന് തന്നെ ദ്രോഹമുണ്ടാക്കിയാലോ ആര് സമാധാനം പറയും? കാരണം ഇതിനൊരു സിസ്റ്റമാറ്റിക് ഇല്ല. ഇതുവരെ രജിസ്റ്ററിലെ യൂണിറ്റ് ഭാരവാഹികളോ ഇത് ഇന്നയാൾ നേതാവെന്ന് പറയുന്നതല്ലാതെ മറ്റ് നേതാക്കന്മാരുണ്ടോ? കുറേ ആളുകൾ കൂടി അവിടെ കൂട്ടം കൂടുന്നു എന്നല്ലാതെ. അപ്പോൾ ഇത് അങ്ങനെ വരുന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഗതികേടാണ്. പാർട്ടികൾ എന്ന് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ജഡ്ജി പ്രഖ്യാപിച്ചപ്പോൾ ഒരു വിദേശത്ത് ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മക്ക് കോടികൾ ആൾ പിന്തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിൽ, അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഈ ഫേസ്ബുക്കിലും ഫോളോവേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടിയും സമരവും രൂപീകരിക്കുന്നതാണെങ്കിൽ, ഇന്ന് പാവന്നൂർ മൊട്ടക്ക്, കണ്ണൂർ ജില്ലയിലുള്ള പാവന്നൂർ മൊട്ടക്കുള്ള KL ബ്രോ ആണ്. അദ്ദേഹമാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ യോഗ്യൻ. കാരണം അദ്ദേഹത്തിന് 6 കോടി സബ്സ്ക്രൈബേഴ്സാണ്, 6 കോടിയിലധികം ഫോളോവേഴ്സാണ്. മെസ്സി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഗൂഗിളും അതുപോലെ തന്നെ യൂട്യൂബും എല്ലാം നിരന്തരം അംഗീകരിക്കുന്ന ഒരു ഹീറോ ആണ്. അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചൂടെ? ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇതല്ല രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അതിനൊരു അടിസ്ഥാനം വേണം, അതിനൊരു പരിപാടി വേണം. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും മതേതരത്വവും മതസൗഹാർദ്ദവും അഴിമതിക്കെതിരെയും എന്നൊക്കെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് ആം ആദ്മിയുടെ അവസ്ഥ പിന്നീട് അഴിമതി ആരോപണത്തിൽ ചെളിക്കുണ്ടിൽ മുങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ലക്ഷ്യമല്ല, ഇതിൻ്റെ പിറകിൽ അവർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ആ സമയത്ത് ഇപ്പോൾ പിന്തുണക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവസാനം ശശിയായി ചളിയായി മാറേണ്ടി വരും. അതുകൊണ്ട് ഇവരെ പിന്തുണക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ സമരം നയിക്കണം, കേന്ദ്രത്തിനെതിരെ സമരം നയിക്കണം. അതിന് നമ്മൾ ഈ കാലം അത്രയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടാകുമ്പം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പൊട്ടിമുളച്ച രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സംവിധാനം വേണോ? അതൊരു രാഷ്ട്രീയ സംഘടനയാണോ? അതിനെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം SFIൻ്റെ സമ്മേളനത്തിൽ ഉൾപ്പെടെ അവരെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. ലജ്ജ തോന്നി എനിക്ക്. അവരുടെ പാറ്റകളെ പോലെ പറന്നുയരും, പിന്നീട് ചിറകറ്റ് വീഴും, പുഴുക്കളെ പോലെ മണ്ണിലെഴയും, പിന്നീട് തീരും. തീയിൽ കൂരത്ത രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അവർ വെയിലേറ്റാലും വാടാതെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരങ്ങൾക്ക് വേണ്ടി പോരാടിയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കണം. നിങ്ങൾ ഒന്നാവണം. എന്നിട്ട് സംഘടിപ്പിച്ച് ഈ കേന്ദ്ര ഭരണത്തിനെതിരെ, അവരുടെ നയങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ജുഡീഷ്യറിക്കെതിരെ ആണെങ്കിൽ അങ്ങനെ ഏതിനെതിരെയാണെങ്കിലും നിങ്ങൾ സമരം നയിക്ക്. അല്ലാതെ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പൊട്ടിമുളച്ച് അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്ന് ജന്തർ മന്ദിൽ സമരം നടത്തുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഇരുന്ന് പിന്തുണയും കൊടുത്ത് പ്രഖ്യാപനവും നടത്തുന്ന നിങ്ങളുടെ അവസ്ഥ ഈ രാജ്യം ലജ്ജയോടെയാണ് കാണുക. ഇവർക്ക് ഇതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയ പാരമ്പര്യമല്ല ഉള്ളത്. ഇതൊരു പാറ്റയെ പോലെ പറന്നുയരും, പിന്നീട് തീരും. അതുകൊണ്ട് ഇതിനെ പിന്തുണക്കുന്നവർക്ക് പിന്നീട് അതിനെ പ്രത്യാഘാതം മനസ്സിലാക്കേണ്ടി വരും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞു വന്നു, ലാസ്റ്റ് അതിൻ്റെ അവസ്ഥ എന്താണ്? ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞു വന്നു, എന്തായിരുന്നു പിന്നീട് അതിൻ്റെ നയത്തിലേക്ക് വന്നത്? അങ്ങനെ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൻ്റെ എല്ലാം ആശയത്തിൻ്റെ തുടക്കം അഴിമതിക്കെതിരെ AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വന്നു. ഒടുവിൽ ഡൽഹിയിൽ ആരോപണ വിധേയനായി ജയിലിൽ കിടക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ആൾക്കൂട്ടം എന്തെങ്കിലും ഒരു ആദർശം വന്ന് പറഞ്ഞു വരുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരവും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ആദർശവും വിട്ട് പിന്തുണയ്ക്കുകയല്ല വേണ്ടത്. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് കർഷക സമരം സംഘടിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ മോദിക്കെതിരെയുള്ള സമരം ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്ത് നടത്തുകയാണ് വേണ്ടത്. അതാണ് ആർജവം.